والله لا يوجد مثل هذه الأيام. كل ما يمكنك أن تفعله من الأعمال الصالحة افعله. أذكار، أدعية، تلاوة، تدبر، تفكر، دعاء، بر والدين، صلة رحم، إحسان للجيران، صدقات بأنواعها. افعل كل ما يمكنك فعله. كتابة ونشر للدين والعلم في الرسائل، تحميس الناس على الخير. لا توفر شيئا من الخير يا عبد الله. احشد كل ما لديك. قيام ليل، صلاة ضحى، أنواع النوافل، التبكير إلى المساجد، انتظار الصلاة بعد الصلاة، ختمت القرآن في العشر هذه، صمت التسع أو بعضها. كل ما يمكنك فعله افعله. والله لا يوجد مثل هذه الأيام. والله لا يوجد مثل هذه الأيام. تابعونا فريق جواد الخير. അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവർക്കും സുഖമല്ലേ? ഞാനാണ് തൻസീൽ നൗഷാദ്. തൻസീലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പുതിയൊരു എപ്പിസോഡാണ്. ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, നമുക്ക് പഠിക്കണ്ടേ സുഹൃത്തുക്കളെ? പഠിക്കണം. എന്ത് പഠിക്കണം? നമ്മുടെ കയ്യിലുള്ള ഖുർആൻ. നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്നൊരു സംഗതിയാണ്. ചില ആൾക്കാർ ആഴ്ചക്ക് ഒരിക്കൽ ഓതുന്ന ആളുണ്ട്, 2-3 ദിവസത്തിലേക്ക് ഒരിക്കൽ ഓതുന്ന ആളുണ്ട്. ഈ ഖുർആനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? അത് വലിയൊരു സംഭവം തന്നെ, തലയിൽ വെക്കേണ്ടതാണ്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ശരി, അത് പഠിക്കേണ്ടത് നമ്മളെ നിർബന്ധ ബാധ്യതയാണ്. അതറിയോ ആർക്കെങ്കിലും? ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാം തന്നെ. അള്ളാഹുവിൻ്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വാക്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഓരോ വാക്കുകൾ. അള്ളാഹിൻ്റെ വാക്ക് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ പറയേണ്ട ആവശ്യമില്ല, അത് എങ്ങനെയായിരിക്കുന്നു അല്ലേ? അപ്പോൾ ഈ ഖുർആനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ഖുർആൻ എന്തെന്ന് അറിയണം. ഈ ഖുർആൻ എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ 6666 ആയത്തുള്ള ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥം, 1400 വർഷങ്ങൾക്ക് മുമ്പും അതിനിപ്പുറവും അതിൽ പറയുന്നത് തന്നെയാണ് വ്യക്തമായിട്ടെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞു പോയതും അത് തന്നെ, അല്ലാതെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്തായിരിക്കും ഖുർആൻ? നമ്മുടെ പള്ളിയിലുള്ള കത്തീച്ചാക്കും മൊയിലാർച്ചാക്കും, അല്ലെങ്കിൽ നമ്മളെ മുൻകഴിഞ്ഞു പോയി പഠിപ്പിച്ച ഉസ്താദുമാർക്കും വേണ്ടി മാത്രം ഇറങ്ങിയതല്ല. അത് ഞമ്മക്കറിയാം. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? അറിയൂ. പക്ഷെ അംഗീകരിക്കാൻ ഒരു മടി, ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു 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 അല്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു 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 എന്തോ ഒരു ആ എന്തോ ഒരാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ആദ്യം ലോകമാസകലം ഖുർആനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഹ്ലു മതസ്ഥർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു പോസ്റ്ററൊക്കെ വിടും. ആ വിടുന്ന പോസ്റ്ററിലൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും ഖുർആൻ നമുക്ക് അംഗീകരിക്കാൻ ഒരു മടി. നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു 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 ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു വിദ്വേഷം, ഖുർആനോടൊരു വിദ്വേഷം നമുക്ക് വരുന്നു. പക്ഷെ നമ്മൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഖുർആൻ നമ്മൾ വ്യക്തമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇല്ല എന്ന് നമുക്ക് പറയാനും പറ്റില്ല. ആണോ അല്ലേ? ഖുർആനെ നമുക്ക് ആവശ്യമുള്ളിടത്ത്, നമുക്ക് ഏതാണോ ആവശ്യം അത് നമ്മൾ ഖുർആനിൽ കണ്ടെത്തിയിട്ട് അതിന് മാത്രം വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറേ പണ്ഡിതന്മാരുടെ അടുത്തേക്ക് നമ്മൾ പോവുകയും ചെയ്യുന്നു. ഉസ്താദന്മാരുടെ അടുത്തേക്ക് അല്ലേ? എത്ര ആൾക്കാരുണ്ട് അങ്ങനെ? എത്രയോ ആൾക്കാരുണ്ട്. നമുക്ക് ഇന്ന തങ്ങന്മാരുടെ അടുത്ത് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഉസ്താദുമാരുടെ അടുത്ത് പോവാം. പോയിക്കോ, പോണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിനുള്ളിലുള്ള ഇതുണ്ടാവും, പല മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പല രോഗങ്ങൾക്കുള്ള ചികിത്സയൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, ഇല്ലേ? ഉണ്ട്. എന്നാൽ ഈ ഖുർആനെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഖുർആൻ എന്താന്ന്? നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സാധനം അല്ല അത്. ഞാൻ തർപ്പിച്ച് പറയുന്നു. ഖുർആനെ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ
അതിനോടുള്ളത്ര ആ ഒരു സമീപനം വേറൊന്നിനോട് നമുക്കുണ്ടാവില്ല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രധാനമായ കാര്യം, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ, ഹൃദയം ചെറിയൊരു സാധനമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാണല്ലോ, അത് വെളുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഈ വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും. ഒന്നും വേണ്ട, അതിനുള്ള ഉദാഹരണം നിങ്ങളെ മുമ്പ് തന്നെ ഞാൻ തരാം. ആധുനിക വൈദ്യശാസ്ത്രം, സയൻറ്റിഫിക് മെത്തേഡ്, ബയോളജിക്കൽ സയൻസ്. ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് കുറേ രോഗങ്ങൾ ഇല്ലേ, കുറേ രോഗങ്ങളുണ്ടായിരുന്നു. മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റാത്ത കുറേ മരുന്നുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന രോഗം. ഈ രോഗങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകൾ കണ്ടെത്തി തുടങ്ങിയിട്ടുണ്ട്. ഭാവിയിൽ നമുക്ക് രോഗമുണ്ടാകുമോ ഇല്ലയോ എന്ത് നിശ്ചയിക്കുന്ന ബോഡി സ്കാനിങ്, ഫുൾ ബോഡി സ്കാനിങ്ങും മെത്തേഡ് സംവിധാനങ്ങൾ ഇന്ന് സയൻറ്റിഫിക് ആധുനിക സയൻസ് കണ്ടുപിടിച്ചു. എന്നാൽ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ഒരു സാധനമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഇപ്പോഴും ഒരു തെരുവോളം അതിൻ്റെ അടുത്തെത്താൻ സാധിച്ചിട്ടില്ല. ഏതാണെന്ന് പറയട്ടെ, നമ്മുടെ മനസ്സിനകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴെങ്കിലും? ഭൗതിക ശരീരമായ നമ്മുടെ ഈ ശരീരം, ബോഡി, ഫുൾ ബോഡി, ഈ ബോഡിയെ ഒരു പാർട്ടായിട്ട് നമ്മൾ മാറ്റുക. നമ്മുടെ ഉള്ളിലുള്ള സ്പെയർ പാർട്സുകൾ കുറേ ഉണ്ട്, എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മളെ നെഞ്ചിനകത്ത്, ഈ വാരിയലിൻ്റെ അകത്തായിട്ട്, ഈ നെഞ്ചിനകത്തായിട്ട് ഒരു സാധനമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ആ ചെറിയൊരു സാധനം, ഖൽബ്, ഹൃദയം. ഈ ഹൃദയത്തിനുള്ളിലുള്ളത് എന്താണ് എന്ന് ഒരാൾക്കും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിന്നേ വരെ കണ്ടുപിടിച്ചിട്ടുമില്ല. എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ ഭാര്യയുടേതായാലും എൻ്റെ മക്കളുടേതായാലും എൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളുടേതായാലും ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഹൃദയം നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും പെയിൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, സ്ക്രാച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കാൻ പറ്റും. അതിന് ഓയിൽമെൻറ്റുകളുണ്ട്, നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്. സ്പെയർ പാർട്സ്, ബോഡിക്കകത്തുള്ള സ്പെയർ പാർട്സുകളുണ്ട് കുറേ ഇല്ലേ, ഉണ്ട്. കിഡ്നി ഉണ്ട്, പിന്നെ ലിവറുണ്ട്, പിന്നെ കണ്ണുണ്ട്, മൂക്കുണ്ട്. ഇതൊക്കെ നമ്മളെ പുറമേ ഉള്ളത്. ഇതിനകത്തുള്ള കുറേ സ്പെയർ പാർട്സുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനൊക്കെ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം ഉള്ളിലുള്ള ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾക്ക് വരെ ഇന്ന് ഫസ്റ്റ് സ്റ്റേജിൽ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നു. എന്നാൽ നമ്മളെ മനസ്സിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ, ഈ ഹൃദയത്തിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അത് ചികിത്സിച്ച് ഭേദമാക്കണമെങ്കിൽ അത് ഖുർആനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. അത് നിങ്ങൾ നോക്കിക്കോ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വലിയ പണ്ഡിതനായാലും, എത്ര വലിയ ഖത്തീബായാലും, എത്ര വലിയ ഖാദി ആയാലും, ആരോട് ചോദിച്ചാലും ഈ ഉത്തരമേ പറയുള്ളൂ. മനസ്സിനകത്തുള്ളത് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. ആ രോഗത്തിൻ്റെ പേരാണ്, ഒന്ന്, വിശ്വസിച്ചാൽ വഞ്ചിക്കുക, വഞ്ചന. അതേപോലെ വാക്തത്വം പാലിച്ചാൽ ലംഘിക്കുക. 2, ഇതൊക്കെ മനസ്സിനകത്തുള്ളതാണ്. 3, അസൂയ. ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനം ഈ അസൂയ അല്ലേ. വല്ലാത്തൊരു സാഹചര്യമാണ് അസൂയ. മറ്റൊന്ന് റിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമാന്യത. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? എല്ലാവരും അറിയപ്പെടണം. ഇന്ന് ഏറ്റവും കൂടുതലുള്ള മുസ്ലിം സമുദായത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഈവൻ സകാത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ, ഞാൻ കൊടുക്കുന്ന സകാത്ത് ലോകം മൊത്തം അറിയണം. നീ നിന്റെ സകാത്ത് കൊടുക്കേണ്ടത് അത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടും ചോദിക്കാതെയും വാരിക്കോരി തന്ന മുതൽ നിന്ന് നിനക്ക് നിർബന്ധമാക്കിയതാണ് സകാത്ത്. അത് നീ എത്തിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
ഫുഖാക്കളായ കുറേ പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ കിതാബുകൾ ഞാൻ നിരത്തിയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എന്താവല ദഹിക്കില്ല. ഇന്നത്തെ നമ്മുടെ സമുദായത്തിലുള്ള സമൂഹ മാന്യത നടിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അവർക്കൊന്നും ദഹിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനെ ദഹിക്കൂല. എത്തിച്ചു കൊടുക്കേണ്ട സക്കാത്തിന്റെ കാര്യത്തിൽ തന്നെ ഇത്രയധികം വൈമുഖ്യം കാണിക്കുന്ന ഒരു സമുദായമാണ് ഞങ്ങളുടേതെങ്കിൽ ചിന്തിച്ചു നോക്കിയാൽ മതി ഇതെവിടം വരെ എത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെ ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആദ്യം സ്വയം നമ്മൾ എന്ത് ചെയ്യുക, പരിഷ്കരിച്ചെടുക്കുക. ഈ അസൂയ ഉണ്ടല്ലോ, അസൂയ, കിബറൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. കിബറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാർട്ടാണ് ഈ അസൂയൻ്റെ. വലിയ രോഗമാണത്. ഈ രോഗം ചികിത്സിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അല്ലാതെ വേറൊന്നിലൂടെയും പറ്റില്ല. നോക്കിക്കോ നിങ്ങൾ, അത് സ്വന്തം കുടുംബത്തിലുള്ളതായാലും ആരുടേതായാലും ഉള്ളിലുള്ള ആ കിബർ. ഇന്ന് കുടുംബങ്ങൾ തമ്മിൽ വൈകല്യങ്ങൾ ഉണ്ടാകാൻ കൂടുതൽ സാധ്യത ഇത് തന്നെയാണ്. അസൂയ, വഞ്ചന, കിബർ. എന്നേക്കാൾ വലുത് വേറൊരാളാവാൻ പാടില്ല, എന്നേക്കാളും ഉയരത്തിലെത്താൻ പാടില്ല, ഓനിക്കെന്താ അത് അങ്ങനെ കൊടുത്തത്, അത് അള്ളാൻ്റെ കഴിവ്. ഈ കിബറും റിയാവും ഹസദ് ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്. ഖുർആൻ ഓതുന്നു, നിസ്കരിക്കുന്ന ഒരു കാര്യമില്ല. ആദ്യം നാം മാറ്റേണ്ടത് നമ്മളെ ഉള്ളിലുള്ള ഇതിനെ ചികിത്സിച്ച് മാറ്റണം. ഇതിനെ സ്കാനിങ് കൊണ്ടോ, CT സ്കാൻ കൊണ്ടോ, MRI സ്കാൻ കൊണ്ടോ ഒരിക്കലും നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ നോക്കിക്കോ അല്ലേ. ബോഡിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ബോഡി പുറമേയുള്ള ബോഡി അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്ക് ഇന്ന രോഗമുണ്ട്. ഉള്ളിലുള്ള സ്പെയർ പാർട്സുകളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത് വരും കാലത്ത് വരാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നതിൻ്റെ സ്റ്റേജ് സ്റ്റാർട്ടിങ് ടൈമിലാണ്, ഇതെല്ലാം പറയാൻ പറ്റും. എന്നാൽ മനസ്സിനകത്തുള്ളത് ഒരിക്കലും പറ്റില്ല. അത് ചികിത്സിക്കണമെങ്കിൽ ഖുർആൻ തന്നെ വേണം. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ നമുക്ക് പറയാം ഫുള്ളായിട്ട് ഖുർആനെ കുറിച്ചിട്ട് തന്നെ. വൈകല്യങ്ങളും ഭീകരവാദങ്ങളും പറഞ്ഞിട്ട് വെസ്റ്റേൺ മീഡിയ മാധ്യമങ്ങൾ ഉണ്ടാക്കി ചമക്കുന്ന ഖുർആനിനോട് വിദ്വേഷം ഉണ്ടാക്കാൻ വേണ്ടി, ഖുർആനിനെ നമ്മളിൽ നിന്ന് അകത്താൻ വേണ്ടി ഈ കാര്യങ്ങൾ നമ്മുടെ മാനസിക വ്യവസ്ഥതയിൽ ലോക സമൂഹത്തിന് മുമ്പിൽ മുസ്ലിങ്ങൾ ഒരു തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, വർഗീയവാദികളാണ് എന്നൊക്കെ ചിന്താഗതി വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുടെയും അടിസ്ഥാനരഹിതമായിട്ടുള്ള പലതിനെയും പൊളിച്ചടക്കാം. നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറയുന്നല്ല ഇത്, ഇൻഷാ അല്ലാഹ് നിങ്ങൾ നോക്കിക്കോ. നാം ഖുർആനിനെ കുറിച്ചിട്ട് അറിഞ്ഞിട്ടില്ല, നമുക്കറിയില്ല ഖുർആനിനെ കുറിച്ച്. ആ ഖുർആനിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് നാം എന്തായത്, പിന്നിലോട്ട് പോയത് ദീനിൽ നിന്ന്. നാം അത് പഠിക്കാൻ ആദ്യം തയ്യാറാവും, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവും, എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. ആർക്കും നമ്മെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും ഓക്കെ, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഫാസ്റ്റ്, ഇതെല്ലാം ഖുർആനിൽ പറയുന്നുണ്ട്. ഫ്യൂച്ചർ പറയുന്നതും ഖുർആൻ തന്നെ. നമുക്കതിന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കാണും വീഡിയോ, ഓരോന്നും ഞാൻ മനസ്സിലാക്കി തരാം. ഓരോ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. അപ്പോഴാണ് നിങ്ങൾ പറയാം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا